നാരങ്ങക്കറി ഇല്ലെങ്കിൽ ഓണസദ്യ പൂർണ്ണമാകുകയില്ല. ഇന്ന് നമുക്ക് വലിയ നാരങ്ങയൊന്നും വേണ്ട, ചെറിയ നാരങ്ങ വെച്ചിട്ട് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഈ നാരങ്ങക്കറി തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി കുറച്ച് ചെറിയ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, ഒരു കഷ്ണം വെള്ളരിക്കയും ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയണം. ഈ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ ചെത്തിയിട്ട് നാരങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെള്ളരിക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിക്ക് ആവശ്യമായി പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. നാരങ്ങയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. നാരങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ മൺചട്ടി എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നാരങ്ങയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ നാരങ്ങ കിട്ടിയില്ലെങ്കിലും നമുക്ക് ചെറിയ നാരങ്ങ വെച്ചിട്ടും വളരെ രുചികരമായിട്ടുള്ള നാരങ്ങക്കറി തയ്യാറാക്കാം. എരിവിന് വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കുറച്ച് കൂടുതൽ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. അച്ചാറിനും നാരങ്ങക്കറിക്കൊക്കെ നമ്മൾ ഉപ്പ് കൂടുതൽ ചേർക്കാറുണ്ട്. 3 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പുളിയിലെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും കുറച്ച് കൂടുതൽ വേണം. പുളിയും ഉപ്പും ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഇതിലാണ് നമുക്കിത് വേവിച്ചെടുക്കാനുള്ളത്. ഇനി നമുക്കിത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ രീതിയിൽ ചെറിയ നാരങ്ങ വെച്ച് നാരങ്ങക്കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നാരങ്ങ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ച് അരിയാണ്. അരി ഞാൻ നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ചതാണ്. നമ്മൾ അരിയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് അരി ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചിരുന്നു. ഇതിലേക്ക് ആവശ്യമായ അത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. നമുക്ക് ആ നാരങ്ങക്കറിയുടെ ആ കയ്പ്പൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അരി ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അരി നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരിയൊക്കെ നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരിയൊക്കെ ഇതുപോലെ നല്ല ചുവന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയും കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. കുറച്ച് മല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് എരിയുള്ള സാദാ മുളകാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് ഈ മല്ലിയും ഈ മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നാരങ്ങക്കറിക്കൊക്കെ കുറച്ച് എരി കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതും ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ജീരകം 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവയും ചെറിയ ജീരകവും വലിയ ജീരകവും കടുകും ഇതും 4ഉം കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നാരങ്ങക്കറി തയ്യാറാക്കുമ്പോൾ പൊടികൾ ചേർക്കാതെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ചേർത്തില്ല, അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്നും പൊടിച്ചെടുക്കണം. അല്പം തരിതരിപ്പായിട്ട് പൊടിക്കുന്നതാണ് നല്ലത്. നാരങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നാരങ്ങയിൽ വെള്ളരിക്ക കൂടി ചേർത്തത് അധികം കയ്പ്പ് വരാതിരിക്കാനാണ്. ഈ നാരങ്ങയിൽ വെള്ളരിക്ക കൂടി ചേർത്ത് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ അധികം കയ്പ്പ് വരില്ല. പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടികളുടെ മിക്സ് എല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കുറച്ച് ഇരിപ്പുണ്ട്, അതുകൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നാരങ്ങക്കറിയൊക്കെ തയ്യാറാക്കിയാൽ നമുക്ക് 2-3 ദിവസമൊക്കെ എടുക്കാൻ പറ്റും.
വളരെ രുചികരമായിട്ടുള്ള ഈ നാരങ്ങക്കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ കടുവും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലെ ചെറുനാരങ്ങ വെച്ച് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.